പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിക്കൻ മന്തി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് ഇതിന് റെഡി ആയി വരുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ മന്തി ഇതിന് മുന്നിട്ട വീഡിയോയിൽ വേറൊരു മെത്തേഡിലാണ് ചെയ്ത് കാണിച്ചത്. ഇത് വേറൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അരി തിളപ്പിച്ച് കോരി എടുത്തിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, രണ്ടും സൂപ്പറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്ലേവറൊക്കെ മസാലയുടെ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാനിൽ വെച്ചിട്ടാണോ മന്തി റെഡിയാക്കാൻ പോകുന്നത് ആ പാനിലേക്ക് ചിക്കൻ്റെ എല്ലാ പീസസും വയ്ക്കുക. അതിന് ശേഷം നമ്മൾ സ്പൈസസൊക്കെ മുഴുവനോടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 5-6 പീസ് പട്ട, പിന്നെ കുറച്ച് ഒരു 5-6 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 2 പാക്കറ്റ് മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിൽ ഇതുപോലെ 2 ക്യൂബായിട്ടാണുള്ളത്. അപ്പം ടോട്ടൽ 4 ക്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാലാസ് മുഴുവനായിട്ട് കൊടുക്കുക. പെരിഞ്ജീരകം, 2-3 ഗ്രാമ്പൂ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്. ഫുഡ് കളർ ആഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മന്തിയുടെയൊക്കെ ആ ലുക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഫുഡ് കളർ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ചേർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതിനുശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഓയിലിൽ ഇതെല്ലാം ഇരുന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നമ്മളിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പാൻ നേരെ ഗ്യാസിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടത് അടച്ച് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനോട് നന്നായിട്ട് കുക്കായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതേ സമയം നമ്മളിതിലേക്ക് വേണ്ട അരി റെഡിയാക്കുക. ഞാനിവിടെ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്, നീളമുള്ള റൈസ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ചിക്കൻ അവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, റെഡി ആവാനായിട്ടുണ്ട്. നമ്മളത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതേസമയം നമുക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം വയ്ക്കാം. ഇവിടെ വെള്ളത്തിന് പ്രത്യേകിച്ചൊരു അളവില്ല. കാരണം നമ്മൾ അരി വെള്ളത്തിലിട്ടതിന് ശേഷം തിളച്ച് വെന്തതിന് ശേഷം നമ്മൾ അരി ഇതിൽ നിന്നും കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. തിളപ്പിച്ച് കോരിയെടുക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്, പറ്റിക്കല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം, അരി കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരി നന്നായിട്ടിവിടെ കുക്കായിട്ട് വരും. അപ്പോൾ കുക്കായതിന് ശേഷം നമുക്കിതിൽ നിന്നും റൈസ് എടുത്ത് മാറ്റാം. അതേസമയം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇവിടെ എങ്ങനെ റെഡി ആവുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി കൊടുക്കുക. ഓരോ സൈഡും മറിച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഒരു മൂടി വെച്ച് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ റൈസ് നല്ല കഴിക്കാൻ പാകത്തിന് വെന്തതിന് ശേഷം മാത്രം വെള്ളത്തിൽ നിന്നും എടുക്കുക.
അതല്ലാതെ ഇനി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് റൈസ് ഇതിൽ കിടന്നും വേവുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എക്സസ് ആയിട്ട് വരുന്ന ഓയിൽ എടുത്ത് മാറ്റാം. നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനവിടെ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്നും റൈസ് മാറ്റുകയാണ് ചെയ്യുന്നത്. എല്ലാം റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ദം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കുക. നമ്മളതിൽ വെച്ച് ഇട്ടിരിക്കുന്ന ഡ്രൈഡ് ലെമണും കൂടെ ഇതിലേക്ക് ഇടാൻ മറക്കരുത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ റൈസും ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാലിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സൺഫ്ലവർ ഓയിൽ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിൽ നിന്ന് മാറ്റി വെച്ച ഓയിൽ നമ്മൾ റൈസിൻ്റെ മുകളിൽ കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 5-6 പച്ചമുളക് റൈസിനകത്തേക്ക് വയ്ക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു 15 മിനിറ്റ്സ് ഇത് ദം ചെയ്യാൻ വേണ്ടി വയ്ക്കുമ്പോൾ ഈ പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ റൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു ചാർക്കോളിൻ്റെ പീസ് കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ദം ചെയ്യാൻ വേണ്ടി പാൻ അടച്ച് വയ്ക്കുക. ഞാൻ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്നൊരു 15 മിനിറ്റ് ദം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മോക്കി എഫക്റ്റൊക്കെ ഈ റൈസിലേക്കും ചിക്കനിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇതിൽ നിർബന്ധമാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒരു ചാർക്കോളിൻ്റെ പീസ് അല്ലെങ്കിൽ ഒരു ചിരട്ട കത്തിച്ചിട്ടായാലും അത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും മുകളിലത്തെ റൈസെല്ലാം മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടിയിൽ നിന്നും എല്ലാ ചിക്കൻ്റെ പീസസും വേറൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ എല്ലാ റൈസും കൂടെ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എല്ലാ റൈസിനും ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് സെർവ് ചെയ്യുന്നത് മന്തി ചട്നിയുടെ ഒപ്പവും പിന്നെ മയണൈസുമാണ് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു മന്തിയാണിത്. അപ്പോൾ ഈ ചിക്കൻ മന്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.